നാട് മുഴുവൻ നിന്റെ കുടുംബം അന്യാധീനമായി കാണുവാൻ, തകർന്നു കാണുവാൻ, പരാജയപ്പെട്ട് കാണാൻ കൊതിക്കുമ്പോൾ നിന്റെ വീട് ദൈവശക്തി കൊണ്ട് നിറയുവാൻ, നിന്റെ വീട് ദൈവിക സമാധാനം കൊണ്ട് നിറയുവാൻ, നിന്റെ വീട് ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ യേശു ആഗ്രഹിക്കുക. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സമാധാനം കൊണ്ട് നിറയുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് സമാധാനം കൊണ്ട് നിറയാൻ കഴിയുന്നത്? സമാധാനം അന്വേഷിച്ച് ലോകം മുഴുവൻ മനുഷ്യൻ പരതിയോടുമ്പോൾ ഇതാ നിങ്ങളുടെ അടുക്കൽ സമാധാനം തരുവാൻ കഴിവുള്ള യേശു ഇറങ്ങി നിൽക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ശക്തി നൽകുന്ന ദൈവം, സമാധാനം നൽകുന്ന ദൈവം, ആമീൻ, അനുഗ്രഹിക്കുന്ന ദൈവം. ശക്തി നഷ്ടപ്പെട്ട ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സന്ദേശം പറയുക, നിന്നെ പുതിയ ശക്തി തന്ന് ദൈവം നിറയ്ക്കാൻ പോകും. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണ്. നിങ്ങളിൽ വലിയ ശുശ്രൂഷകളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ഉയരത്തിൽ നിന്ന് ശക്തി നിന്റെ മേൽ വരുമ്പോ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റം വരെ എന്റെ സാക്ഷിയാകും. അത് നിങ്ങളുടെ മാനുഷിക ശക്തി കൊണ്ടല്ല, ഉയരത്തിലെ ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവെന്ന ശക്തി കൊണ്ട് ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾ എന്റെ സാക്ഷിയാകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. 2, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകും. ഹല്ലേലൂയ. ആരും തരാത്ത ദിവ്യമായ സമാധാനം അത് കർത്താവ് നിനക്ക് തരും. എന്നിട്ട് എഴുതിയിരിക്കുക, ശക്തി തരും, സമാധാനം തരും, മാത്രമല്ല നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഈ ഭൂമിയില് 3 കാര്യത്താൽ നീ നിറവുള്ളവനാകട്ടെ: ദൈവശക്തിയാലും, ദൈവസമാധാനത്താലും, ദൈവാനുഗ്രഹത്താലും നീ നിറയപ്പെട്ടവനാകട്ടെ. നാട് മുഴുവൻ നിന്റെ കുടുംബം അന്യാധീനമായി കാണുവാൻ, തകർന്നു കാണുവാൻ, പരാജയപ്പെട്ട് കാണാൻ കൊതിക്കുമ്പോൾ നിന്റെ വീട് ദൈവശക്തി കൊണ്ട് നിറയുവാൻ, നിന്റെ വീട് ദൈവിക സമാധാനം കൊണ്ട് നിറയുവാൻ, നിന്റെ വീട് ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ യേശു ആഗ്രഹിക്കുക. നമുക്കൊന്നിച്ച് പറയാം, കർത്താവേ, ആ ശക്തി എന്റെ മേൽ വരണം, ആ സമാധാനം എന്റെ മേൽ വരണം, ആ അനുഗ്രഹം എന്റെ മേൽ വരണം. കരങ്ങളെ ചേർത്ത് പിടിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഇന്ന് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവർ ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവസമാധാനത്താൽ നിറയട്ടെ, ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിനക്ക് ശക്തി നൽകും, ദൈവം നിനക്ക് സമാധാനം നൽകും, ദൈവം നിനക്ക് അനുഗ്രഹം തരും. ഗോഡ് ബ്ലസ് യു.